നമസ്കാരം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിനിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ട്രെയിൻ ഇപ്പോൾ 5 മണിക്കൂർ 30 മിനിറ്റ് വൈകി കർണാടകയിലെ കർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വെള്ളിയാഴ്ചയാണ് ജബൽപൂരിൽ നിന്ന് കയറിയത്. അന്ന് തന്നെ എന്ന് പറയാം 40 മിനിറ്റ് വൈകിട്ടാണ് ട്രെയിൻ പുറപ്പെട്ടത്. അതുപോലെ തന്നെ ഒന്നാമത്തെ പാട്ട് വൈൻഡപ്പ് ചെയ്ത് മഹാരാഷ്ട്രയിലെ ചിപ്പിളിൽ വെച്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ ആയി. ഇപ്പം തന്നെ ഇത് എത്തുമ്പോൾ ഇവിടെ 5.5 മണിക്കൂറായി. എനിക്കൊന്ന് വഴിയിൽ തന്നെ ഒരുപാട് നേരം പിടിച്ചിട്ടാണ് വണ്ടി ഡിലേ ആയി പോകുന്നത്. അതെ, ഇപ്പം ഇത് കർവാർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ചയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒരു പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S5 ഈ ഒരു കോച്ചാണ്. ഇത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേൻ്റെ വണ്ടിയാണ്. ഇത് 2015 നിർമ്മിച്ച കോച്ചാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ നമ്പറും ഇതൊക്കെ പറയാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന വണ്ടീൻ്റെ നമ്പർ വരുന്നത് 02198. ഈ ആദ്യം 0 നമ്പർ വരുന്നതാണ് സ്പെഷ്യൽ ട്രെയിനുകൾ. ഇത് റേക്ക് ഷെയറിങ് വരുന്നത് എല്ലാം ജബൽപൂരാണ്. ജബൽപൂരിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കുള്ള ശ്രദ്ധാം എക്സ്പ്രസ്, പിന്നെ ജബൽപൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ഈ ഒരു ട്രെയിൻ, പിന്നെ ജബൽപൂരിൽ നിന്ന് ബാന്ദ്രയിലേക്കുള്ള മറ്റൊരു സ്പെഷ്യൽ ട്രെയിൻ. ഇത്രയും വണ്ടികളുടെ റേക്ക് ഷെയറിംഗ് ഉണ്ട്. സമീപം കറക്റ്റ് 6:45 ഹോൺ അടിച്ചു. വണ്ടി എടുത്തു കർവാർന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ റിട്ടയറിംഗ് റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂം ഉണ്ട്. അങ്ങനെ കർവാറിനോട് വിട. ഇവിടേക്കാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള പഞ്ചഗംഗ എക്സ്പ്രസ് വരുന്നത്. KSR ബംഗളൂരു കർവാർ. പിന്നെ ഇവിടെ ഒരു വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട്. ഇനി വലിയൊരു ടണൽ വരാനുണ്ട്. അങ്ങ് മുന്നിൽ നമുക്ക് കാണാം. ജബൽപൂരിൽ നിന്ന് കയറിയോടും ട്രെയിനിൽ നല്ല റഷായിരുന്നു. സ്ലീപ്പറിലൊക്കെ എന്ന് പറഞ്ഞാൽ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായില്ല. പൻവേൽ വരെയാണ് ഉണ്ടായത്, മുംബൈ വരെ. മുംബൈക്ക് ശേഷം നമ്മുടെ കൊങ്കൺ റൂട്ടിലൂടെ പോകുമ്പോൾ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഒരു കുഞ്ഞ് തന്നെ ഈ ഒരു കോച്ചിലില്ല എന്ന് പറയാം. ഒരു ടണലിലേക്ക് കയറിയേ ഈ ഒരു ഭാഗം മുഴുവനും വേക്കൻ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന പാസഞ്ചേഴ്സ് ചെയ്ത് വെച്ചാണ്ട മുഴുവനും വേസ്റ്റാണ് ഇതിൻ്റെ അടിയിലോട്ട്. ഇത് ഇവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇല്ലൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ട വേറൊരുത്തും ചെയ്ത പണിയാണ്. ഇതിലിടേണ്ട സാധനം അവൻ ഇതിലിട്ടു. പിന്നെ നമ്മൾ ഈ ഒരു S4 കോച്ചിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ മാത്രമേ വെള്ളമുള്ളൂ. നമ്മുടെ ഈ ഒരു S5 വെള്ളമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കുംതേലാണ്. അതിന് മുന്നേ തന്നെ മിക്കവാറും നിർത്തും. കാരണം ക്രോസിങ് ഉണ്ടാവും. പഞ്ചഗംഗ എക്സ്പ്രസ് ഒക്കെ വരാനുണ്ട്. അത്ര നിർത്തോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു ഭാഗത്തേക്ക് ചെറിയ രീതിയിലുള്ള മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നൊന്നുമില്ല. മിക്കവാറും ഒരു 2-3 മണിക്കൂർ ശേഷം പെയ്യുമായിരിക്കും. ട്രെയിൻ ഇപ്പോൾ ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പഞ്ചഗംഗ എക്സ്പ്രസ് ഇപ്പോൾ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. പിന്നെ ഈ ഒരു ട്രെയിനിൽ ഞങ്ങൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് പറയാം. ഞങ്ങൾ ജബൽപൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ സ്ലീപ്പർ ക്ലാസ്സിന് ടിക്കറ്റ് എടുത്തപ്പോൾ 1060 രൂപയാണ് ഒരാൾക്ക് വന്നത്. ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നോർമൽ ട്രെയിനെക്കാട്ടിയും 200 രൂപേൻ്റെ കൂടുതൽ വരും. അതായത് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുന്നതിനാണ് ട്രെയിനിൽ. നമ്മൾ വന്ദേ ഭാരതി ശതാബ്ദിക്കൊക്കെ കാരണം വേഗത്തിലെത്താനും അല്ലെങ്കിൽ കംഫർട്ടബിളിന് വേണ്ടിയിട്ടാണ്. അതൊന്നും നമുക്ക് ഈ ഒരു ട്രെയിൻ കൊണ്ട് കിട്ടൂല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ദുരിത യാത്ര തന്നെ ആയിരിക്കും. ഞങ്ങൾ നല്ല രീതിയിൽ അനുഭവിച്ചു. ഒന്നാമത്തെ പാട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ട്രെയിൻ നല്ല ഡിലേ ആയിട്ടാണ് പോകുന്നത്. കാരണം മണിക്കൂറുകളാണ് വൈകുന്നത്. അത് ഈ ട്രെയിനിൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. കൊങ്കൺ റെയിൽവേ കയറി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് ലേറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പനവേലിൽ മലയാളി ഫുഡ് കിട്ടുന്ന ആ ഒരു കടയിൽ ഞങ്ങൾ വിളിക്കുകയുണ്ടായി ഇങ്ങനെ ഫുഡ് കൊണ്ടുതരാൻ. അവർക്ക് പിന്നെ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ഒരു ട്രെയിൻ കൂടിയാണ് ഇത്, സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട്. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അവർ പറഞ്ഞത് അവിടെ വെണ്ടേഴ്സും ലോക്കൽ വെണ്ടേഴ്സ് ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് ഫുഡ് വേണം. അവരുടെ കയ്യിലാണെങ്കിൽ വടാപ്പാവ് അല്ലാതെ വേറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ യാത്ര ഭയങ്കര ദുരിതമാണ്. പാൻട്രി ഇല്ല, വൃത്തിയില്ലായ്മ, എല്ലാം കൊണ്ടും ഈ സ്പെഷ്യൽ ചാർജ് ഇവർ വാങ്ങുന്നത് കൊണ്ട് വെള്ളമില്ല. ഈ സ്പെഷ്യൽ ചാർജ് വാങ്ങുന്നതുകൊണ്ട് ഒരർത്ഥം ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ വ്ളോഗെല്ലാം കാണുന്നിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ കൊങ്കൺ റെയിൽവേയിൽ ഇത്രയും വേർത്ത ഒരു ട്രെയിൻ എനിക്കൊന്നും അല്ല വേറെ ഉണ്ടാവില്ല. വണ്ടി ഡീസൽ ലോക്കോമോട്ടീവാണ്. WDP-4D.
സമയം ഇപ്പോൾ 7:50 കുംത റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഓൾറെഡി മഴ പെയ്ത് പോയി, നല്ല മഴയാണ് പെയ്തത്. റോറോ ട്രെയിനിൽ ലോറി കയറ്റി കൊണ്ടുപോകുന്നത്. ഇത് കേരള രജിസ്ട്രേഷൻ വണ്ടികളുണ്ട്. ഇതാ ലാസ്റ്റ് ഒരു വണ്ടിയും കൂടെ അതങ്ങ് പോയി. ഇങ്ങനെയാണ് ട്രെയിനിൽ ലോറി കയറ്റി കൊണ്ടുപോവുക. ശരാവതി റിവർ അടിപൊളി ഒരു കാഴ്ചയാണ്. കൊങ്കൺ റെയിൽവേയിലത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ഈ ഒരു ശരാവതി ബ്രിഡ്ജ് ആണ്. ഒന്നും കൂടെ വരാനുണ്ട്. നല്ല രീതിയിൽ വളഞ്ഞിട്ടാണ് ഈ ഒരു പാലുള്ളത്. അടുത്തത് കൂടെ വന്നു. നല്ല വെള്ളമുണ്ട് കേട്ടോ. അവിടെ ഒരു തുരുത്തൊക്കെ ഉണ്ട്. ബ്രിഡ്ജ് കഴിഞ്ഞു. കുംത റെയിൽവേ സ്റ്റേഷൻ തന്നെ രാവിലെ കഴിക്കേണ്ട ഇഡ്ഡലിവട വാങ്ങിച്ചിരിക്കുകയാണ്. ചട്നിയില്ല, പകരം 2 സാമ്പാറാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് തുറക്കുവാണെങ്കിൽ 2 ഇഡ്ഡലിയും 2 വടയാണുള്ളത്. ഈ ഒരു സെറ്റിന് 50 രൂപയുണ്ട്, 2 കൂടുതൽ 100 രൂപയായി. ചൂടോടെ തന്നെ കഴിക്കാം, കാരണം അധികം ലേറ്റ് ആവണ്ട. മുരുടേശ്വരം സ്കിപ്പ് ചെയ്യാണ്. ഈ ഒരു സ്പീഡിൽ 90 km/h. വലിയ സ്പീഡൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു വണ്ടി വരാണ്ട് തോന്നുന്നു. ട്രെയിൻ ഇപ്പോൾ മൂകാംബിക റോഡ് ബൈന്ദൂരിലേക്ക് തിരികെയാണ്. സമയം ഇപ്പം 8:45. മൂകാംബികയിലേക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് കയറാൻ പറ്റിയൊരു നല്ല ട്രെയിനാണ്. പക്ഷേ ചെറിയൊരു വിഷയം മാത്രം, ഈ വണ്ടീൻ്റെ ഡിലേ. 5 മണിക്കൂറിന് മുകളിലാണല്ലോ ഇപ്പോഴത്തന്നെ ഡിലേ ഉള്ളത്. അപ്പോൾ അത് വിശ്വസിച്ചിട്ട് എങ്ങനെ കയറും? ഇതേ വണ്ടി നിന്നു. ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, പ്ലാറ്റ്ഫോമിന് ഒരുപാട് വീതിയാണ്, നല്ല ഇതുണ്ട്. ഹോണടിച്ച് 1 മിനിറ്റ് പോലും നിന്നില്ല വണ്ടി. ഇവിടെയാണ് കണ്ടത്, നല്ല വീതിയാ. ഇവിടെ മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ പുറത്ത് തന്നെ ഓട്ടോ കിട്ടും, പിന്നെ ടാക്സി, നമ്മുടെ കാറൊക്കെ കിട്ടും. 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ബസ്സും കിട്ടും. അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഇവിടെ ആകെ ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ, ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓവർടേക്കിങ്ങോ ക്രോസിങ്ങോ അങ്ങനത്തെ ഒന്നും പറ്റൂല ഇവിടുന്ന്.
കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്. സമയം 9:24. കുന്താപുര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. കുന്താപുര, ഇവിടെ പുറത്തത്തെ ഓട്ടോ സ്റ്റാൻഡൊക്കെ. റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. കാമായിട്ടില്ല, വലിയ തിരക്കൊന്നും ഇല്ലാത്ത അടിപൊളി റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഗുഡ്സ് ട്രെയിൻ വന്നിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ മലയാളീസൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ജബൽപൂർ നമ്മുടെ വീഡിയോ എടുത്ത സമയത്ത് നമ്മളവിടെ കോഫി ഹൗസിലൊക്കെ പോയില്ലേ, നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ആർമിക്കാരൊക്കെ ഉണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും AC-യിലായിരിക്കും പോകാൻ ചാൻസ്. പിന്നെ ഈ പറഞ്ഞ ജബൽപൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിൻ്റെ ഏറ്റവും വലിയ കണ്ടോൺമെന്റുകളിൽ ഒന്നാണ്. ഒരുപാട് എന്ന് പറയുക 5 സംസ്ഥാനങ്ങളുടെ സൈനിക ആസ്ഥാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആർമിക്കാരൊക്കെ ഉണ്ടാവും നാട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട്. ഇപ്പം ജബൽപൂർ അല്ലാതെ തന്നെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. മനു പറഞ്ഞ പോലെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സമയം 9:50. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വന്ദേ ഭാരത് ഉണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായത്. ഇത് തിരക്കൊന്നുമില്ല വണ്ടിയിൽ. സീറ്റ് മൊത്തം കാലിയാണല്ലേ? ഇത് മൊത്തം കാലിയാണ്. ഈ C5 ഒക്കെ. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ മെയിൻ ഒരു ഭാഗം ഇവിടെയാണ്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഒക്കെ കാണാതാ, വാക്മാൻ. ഇവിടെ ഓൾറെഡി ഇപ്പം മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇനിയിപ്പം മംഗളൂരു നമ്മുടെ കേരളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കുള്ള ഒരു കുളന്തലുണ്ടാവും. വന്ദേ ഭാരത് ഇവിടെ നിന്ന് ഇതുവരെ ആയിട്ടില്ല, എടുത്തിട്ടില്ല. ആ വന്ദേ ഭാരതിൻ്റെ അടിയിലെ കൂടെ നോക്കിയാൽ കുറച്ച് പട്ടിക്കുട്ടന്മാർ നടക്കുന്നതാ. എന്താ പരിപാടി? എടുക്കുമ്പോൾ പോവുമായിരിക്കും അല്ലേ? അല്ല, പോയി. അവര് സേഫായി, പഠിക്കേണ്ട കാര്യമില്ല. വന്ദേ ഭാരത് എടുത്തു. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ടിതാ വന്ദേ ഭാരത് ഇവിടെ നിന്ന് എടുത്തു. ട്രെയിൻ ഇപ്പം മുൾക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത്ര നേരം നല്ല അടിപൊളി മഴയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 2017-ലാണ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്.
2017 മുതൽ ഇതായി ഇപ്പോൾ ഈ 2024 വരെ സ്പെഷ്യലായിട്ട് ഓടുന്ന ഒരു ട്രെയിനാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റെയിൽവേന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് ഇത്രയും വർഷം ഓടുന്ന വേറൊരു ട്രെയിൻ കാണൂല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്പെഷ്യലായിട്ട് ഓടുന്ന ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും വീണ്ടും റെയിൽവേ അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ജൂൺ മാസമാണ്, ഇപ്പം 6 മാസം കഴിഞ്ഞ് ഡിസംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡിസംബർ എത്തുമ്പോഴത്തേക്കും വീണ്ടും അത് സ്പെഷ്യലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. എന്താണ് ഇതൊരു പെർമനന്റ് ട്രെയിൻ ആക്കാത്തതെന്ന് നമുക്ക് അറിയില്ല. അല്ല നവി, അതൊക്കെ പോട്ടെ, നമ്മൾ ഇത്ര അധിക തുക കൊടുത്ത് യാത്ര ചെയ്യുന്നല്ലേ, എന്നതിന് നേരത്തെ എത്തണമെന്നല്ല, ഓൺ ടൈമിലെങ്കിലും എത്തിച്ചൂടെയല്ലേ? അതെ, കൊങ്കൺ റെയിൽവേയിലെ ടൈം സ്ലോട്ടിന്റെ ഒക്കെ വിഷയൊക്കെയാണെന്ന് പറയുന്നുണ്ട് പെർമനന്റ് ആക്കാൻ പറ്റാത്തതിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ട്രെയിൻ ഇത് മാത്രമൊന്നുമല്ല, ഇന്ത്യൻ റെയിൽവേയിൽ ഏത് സ്പെഷ്യൽ ട്രെയിനാണ് മണിക്കൂറുകൾ വൈകുകയാണ്. ഇത് LHP പോലും അല്ല, അല്ലാത്ത ബുദ്ധിമുട്ടാണ്. അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരു ജംഗ്ഷൻ. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു വഴി ഇതാണ്. മുൾക്കി റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. സ്റ്റേഷൻ ഒരു വളവിലാണ് ഉള്ളത്. മംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. ഇവിടെ വലിയൊരു വിമാന അപകടം നടന്നിട്ടുണ്ട്. 2010-ലാണത്. ഇതൊരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. ജോക്കറ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു എയർപോർട്ട് വരുന്നത്. കുലശേഖര ടണൽ. സമയം 10:55. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. SMVT ബംഗളൂരു മുരുടേശ്വർ എക്സ്പ്രസ്. ഇത് പണ്ട് ഈ വണ്ടി SMVT ബംഗളൂരിൽ നിന്ന് മംഗളൂരു സെൻട്രൽ വരെ ഉണ്ടായത്. പിന്നീടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് മുരുടേശ്വറിലേക്ക് ആക്കിയത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മാവേലി എക്സ്പ്രസ്സിന് മംഗളൂരു സെൻട്രൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് മുരുടേശ്വറിലേക്ക് കണക്ഷൻ കിട്ടും. നല്ലൊരു ട്രെയിനായത്. SWRന്റെ വണ്ടിയായത്. അത് പോയി. ഇവിടെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. മംഗളൂരു ജംഗ്ഷൻ. ഇവിടെ നമ്മുടെ ട്രെയിന് 10 മിനിറ്റ് ഉണ്ട് ഹോൾട്ട്. അതുപോലെ തന്നെ ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരു ട്രെയിൻ വരും. ലോകമാന്യത്തിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ്. അത് തൊക്കുരെത്തി ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു സംശയം ഉണ്ടല്ലേ? അല്ല, നമ്മുടെ വണ്ടി സ്പെഷ്യൽ ട്രെയിൻ അല്ലേ, അപ്പൊ സ്പെഷ്യൽ പരിഗണനയൊക്കെ കൊടുത്തിട്ടല്ലേ പോവുള്ളൂ. അതെ, ഈ വണ്ടി 5.5 മണിക്കൂറിന് മുകളിൽ ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് എന്തായാലും പോകുന്നില്ല. കാസർഗോഡ് ഇറങ്ങാനാണ് നമുക്കൊരു പ്ലാൻ. കാരണം നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ തെറ്റിയിട്ടാണ് ഉള്ളത്. അതെ, അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ജബൽപൂരിൽ നിന്ന് കയറിയ ശേഷം ഇന്നതാ ഇവിടെ മംഗലാപുരം എത്തുന്നവരെ TT നമ്മുടെ ഒരു TT പോലും വന്നിട്ടില്ല. TT ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടുമില്ല. ആദ്യം ചെക്കർ മാത്രം വന്നിട്ട് ഫൈൻ അടിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ലോകമാന്യത്തിലെ എറണാകുളം ദുരന്തോ എക്സ്പ്രസ് വരികയാണ്. എന്തായാലും ഇതിനെ കയറ്റിവിടുള്ളൂ. WP7 ആണ് ഇതിന്റെ ലോക്കോമോട്ടീവ് വരുന്നത്.
എറണാകുളം AC ദുരന്തം എന്നാണ്, പക്ഷെ ഇതിന് സ്ലീപ്പറും ഉണ്ട്. ഇതിന്റെ ഫസ്റ്റ് AC. നമുക്ക് നോക്കാം ഏത് വണ്ടിയാണ് ആദ്യം പുറപ്പെടുന്നതെന്ന്. ഇത് ചരിത്ര നിമിഷം. ദുരന്തേ അവിടെ പോസ്റ്റാക്കിയതാ, നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തിരിക്കുകയാണ്. ഭാഗ്യം, അതവിടെ കിടക്കട്ടെ, അതിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ മംഗളൂരു ജംഗ്ഷനോടും വിടാം. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവര് നേത്രാവതി റിവർ. ഇതിലൂടെ ഇപ്പോൾ ഒരു ട്രെയിൻ വരണമായിരുന്നു. നല്ല രസമായതിനെ കാണാൻ. അത്യാവശ്യത്തിന് നല്ല വെള്ളമുണ്ട്. നമ്മളങ്ങനെ കേരളത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇതാ സ്കിപ്പ് ചെയ്യാണ്. റെയിൽവേ സ്റ്റേഷന്റെ വർക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും 1851 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ 7:30 ട്രെയിൻ, ഇപ്പോൾ എത്തിയത് ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇത്രയും ഡിലേ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ ഇൻട്രസിറ്റി വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ വണ്ടി ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കണ്ണൂർ, വടകര, കോഴിക്കോട്, തിരൂര്, ഷൊർണൂർ, പാലക്കാട്. ഇത്രയും സ്ഥലങ്ങളാണ് കേരളത്തിലെ സ്റ്റോപ്പ്. കോയമ്പത്തൂർ ഒരു വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ എത്തുമായിരിക്കും പ്രതീക്ഷിക്കാം. ഇനിയും ഡിലേ വരുമോ എന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ? അതെ, അതിനിടയിൽ മറ്റേ ദുരന്തമൊക്കെ ഇനി ഓവർടേക്ക് ചെയ്തു പോകുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഞങ്ങൾ ഇവിടുന്ന് 2 അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നീലേശ്വരത്തേക്ക്. ഇവിടുന്ന് ഇൻട്രസിറ്റി ഉണ്ടല്ലോ, അതിന് കയറി നമുക്ക് നീലേശ്വരം പോയി ഇറങ്ങാം. ഇൻട്രസിറ്റിയിൽ കയറി ഞങ്ങൾ ആദ്യം കാഞ്ഞങ്ങാട് ഇറങ്ങാനൊരു പ്ലാൻ ഉണ്ടായത്, പിന്നെ ഇത് മാറ്റി നീലേശ്വരനാക്കി. കാരണം ഈ വണ്ടിക്ക് നീലേശ്വരം ഓൾറെഡി സ്റ്റോപ്പ് ഉണ്ടല്ലോ. നീലേശ്വരം എത്തിയ ശേഷം അവിടുന്ന് ഭക്ഷണം കഴിച്ച് ബസ് കയറിയിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത്. അതെ, പിന്നെ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ട്രെയിനിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ നമ്മളെ യാത്ര എന്ന് വെച്ചാൽ മൊത്തം നോർത്ത് ഇന്ത്യ അല്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലെത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നത്. 12:45 നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം സ്റ്റേഷൻ. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സ്ഥിതിക്ക് 2 വണ്ടീനെയും കൂടെ കണ്ടിട്ട് പോവാം. ഒന്ന് നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്, അതിപ്പം ചെറുത്തൂര് കഴിഞ്ഞു.
മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മംഗലാപുരത്ത് കണ്ട എറണാകുളം ദുരന്തം ഇല്ലേ, അത് രണ്ടും വരാനുണ്ട് അത്ര. ആ 2 വണ്ടിനും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ദുരന്തോ എക്സ്പ്രസ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പീഡുണ്ട്. വന്ദേ ഭാരതം വരുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞ ഉടനെ തന്നെ അതിനെയും കാണാം. അടുത്തത് മോനെ, ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിച്ചു. എനിക്കിപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ യാത്രയുണ്ട്. തോളനി മുത്തപ്പം മടപ്പുരയാണിത്. സമയം ഇപ്പോൾ കറക്റ്റ് 3:30. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാനാണ് പോയത്. എന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള KSRTC അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി കയറി. പക്ഷെ കയറിയപ്പോഴേ ആദ്യം സീറ്റൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് വണ്ടി വിട്ടതിന് ശേഷം സീറ്റൊക്കെ കിട്ടിയത്. ഈ നമ്മുടെ നീലേശ്വരത്ത് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ എല്ലാ ടൈമിലൊന്നും വണ്ടിയിലോ, ഒരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ബസ് ഉള്ളത്. അതെ, അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. നമ്മുടെ ഞായറാഴ്ച ആണല്ലോ, അപ്പം പ്രൈവറ്റ് ബസ്സുകളൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു എത്തിയത്. അതുകൊണ്ടാണ് അവസാനത്തെ ക്യാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് അധികം എടുക്കാൻ പറ്റാതിരുന്നത്. കാരണം ഞങ്ങൾ ഈ യാത്ര, ഈ സീരീസ് ആരംഭിക്കുമ്പോൾ തന്നെ എന്താ പറയാ, നമ്മുടെ സ്കൂട്ടർ എടുക്കാതെ പോയത്. കാരണം രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പം വരുന്ന വഴിക്ക് വലിയ മഴയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ നല്ലൊരു മഴ ഇപ്പം നല്ല ഇടിയൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ജബൽപൂർ കോയമ്പത്തൂർ വണ്ടി, ആ വണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. മംഗലാപുരത്ത് നമ്മളൊരു കാര്യം പറയണ്ടേ, ഇതില് ജബൽപൂർ മുതൽ മംഗലാപുരം വരെ TT വന്നില്ല. TT വന്നതേ ഇല്ല. ഇടയ്ക്ക് ചക്ര വന്നിട്ടുണ്ടായിരുന്നു. ഈ 2ാം ദിവസം നമ്മുടെ പുസ്തവാല ഒരു ഭാഗത്ത് നിന്ന് ഫൈൻ അടിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പം മംഗലാപുരത്ത് നിന്ന് നമ്മുടെ പാലക്കാട് ഡിവിഷനിലത്തെ TT-മാർ കയറി, മലയാളികൾ തന്നെ കയറി ചെക്ക് ചെയ്യുകയും ചെയ്തു. അവരെന്നെ പറഞ്ഞു അവസ്ഥ, അതിലത്തെ യാത്രക്കാരുടെ ആ വൃത്തിയും അതൊക്കെ വല്ലാത്ത മോശം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് യാത്ര ചെയ്തതിൽ പറ്റി ഏറ്റവും ഒരു മോശം ആയിട്ട് ആ അനുഭവം, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായ ഒരു
ട്രെയിൻ തന്നെയാണ് ഈ പറഞ്ഞ കോയമ്പത്തൂർ സ്പെഷ്യൽ വണ്ടി അല്ല അവന്. മെയിനായിട്ട് അതിന്റെ ഡിലേ ആണ്. നമുക്കൊന്ന് നമ്മുടെ മുഴുവൻ പ്ലാനും തെറ്റും. മാത്രമല്ല അതിൽ പാൻട്രി ഇല്ലാത്തതാണ് വേറൊരു മെയിൻ പ്രശ്നം. അതായത് ഒന്നാം ദിവസം നമ്മൾ ജബൽപൂരിൽ നിന്ന് പുറപ്പെടുന്നവനെ ഡിലേ ആണ്. പിന്നെ രണ്ടാം ദിവസം പകല് മൊത്തം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഫുഡ് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ടയേർഡാവും. ഈ പറഞ്ഞ ചൂടും കൂടി ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി കൂടുകയുള്ളൂ. അപ്പൊ എന്താ പറയാ, ഈ ഒരു ട്രെയിനിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.